അവർക്കെതിരായിട്ടുള്ള ന്യൂസ് വരുമ്പോൾ അത് വായിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചാനൽ ത്രൂ പുറത്തുവിടാൻ എന്തെങ്കിലും ലിമിറ്റ്സ് എപ്പോഴെങ്കിലും വരാം? ഓണർ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഓൾറെഡി ചെക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ അടുത്ത് ജസ്റ്റ് ടോക്ക് ബാക്ക് കൂടെ അടുത്തത് ഈ വാർത്തയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. വിശദമായ വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. മിനിറ്റുകൾക്കുള്ളിലായിരിക്കും വാർത്ത മാറുന്നത്. ഒരു ദിവസം ന്യൂസ് ഡെസ്കിലേക്ക് എത്രത്തോളം വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ വാർത്തയും അത് ഇന്ന വാർത്തയാണെന്ന് പ്രസൻസിനോടൊപ്പം തന്നെ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ്. ശരിക്കും ഇലക്ഷൻ സമയത്ത് എന്തായിരിക്കും ഒരു ചാനലിൽ നടക്കുന്നത്? ഇലക്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും നമ്മുടെ മീഡിയയെ സംബന്ധിച്ചും ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചും ഒരു ഉത്സവം പോലെ തന്നെയാണ്. പണ്ടത്തെ നമ്മുടെ ഒരു ന്യൂസ് റീഡിങ്ങിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. ടി.വിയിൽ എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. സോഷ്യൽ മീഡിയ ആണല്ലോ ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഭാവി അവിടേക്കൊക്കെ എത്തി നിൽക്കും. ജേർണലിസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പ്രധാനമായും അവർക്ക് അത് തന്നെയാണ് ആഗ്രഹം എന്ന് ആദ്യം തന്നെ അവർ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം ഈ ഫീൽഡ് ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആണ്. ഒരു പാട്ടുകാരിയാണ്. ഗായക നിൻ സ്വരമിൻ ചേതനയും സ്വന്തമാക്കി എല്ലാം കൂടെ ഒരുമിച്ചിരുന്നത് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. അടുപ്പിച്ച് മരണവാർത്തകൾ വരുമ്പോൾ വല്ലാത്ത മടുപ്പ് തോന്നാറുണ്ട്. എനിക്കത് 3-4 ദിവസം അതേ വാർത്തയിലാണ് നമ്മൾ നിന്നത്. കണ്ടിന്യൂസ്ലി ആ ഒരു ലോ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ശരിക്കും മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ന്യൂസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സല്ലാണ്ട്. കൊല്ലത്തൊരു കുട്ടിയെ കാണാതായിട്ടും നമ്മൾ ഓൺ എയർ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ബോഡി ഒഴുകി വരുന്നത് നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. ഈ അടുത്ത നെടുമങ്ങാട് 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ സ്വന്തം അമ്മ കൈ ഒടിഞ്ഞിട്ട് 12 ദിവസത്തോളം അവർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ആലുവയിലുണ്ടായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് 5 വയസ്സുകാരി. ഈ കുഞ്ഞ് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മുടെ സിനിമ കാണുന്നത് പോലെയോ കഥ വായിക്കുന്നത് പോലെയോ അല്ല, ഇത് റിയാലിറ്റിയാണ്. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ ഇത് മനസ്സിലേക്ക് എടുക്കരുത്. ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ ഉത്തരങ്ങൾ പറയാനായി ഞാൻ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയേക്കാണ്. പ്രവിത ലക്ഷ്മി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു കാജൽ. സോ നമുക്ക് എല്ലാവർക്കും, അതായത് മലയാളികൾക്ക് ഒബ്വിയസ്ലി കുറേ അധികം സംശയമുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് ന്യൂസ് റീഡേഴ്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ന്യൂസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് കുറേ അധികം ഡൗട്ടുകൾ ഇപ്പോഴും മലയാളികൾക്കുണ്ട്. അത് സ്ഥിരമായി കേൾക്കാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യം തന്നെ ന്യൂസ് റീഡർ ആയി കഴിയുമ്പം ആൾക്കാരുടെ സംശയം നമ്മൾ ന്യൂസ് റീഡിങ് മാത്രമല്ലേ ജോലിയുള്ളൂ, വായിക്കാൻ മാത്രം പോയാൽ പോരെ എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല. അവിടുത്തെ എല്ലാ ജോലിയും അല്ലാണ്ട് നമ്മൾ ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എല്ലാ ജോലിയും നമ്മളൊക്കെ തന്നെ ജേർണലിസ്റ്റാണ്. ബേസിക്കലി നമ്മൾ ജേർണലിസ്റ്റ് ആണല്ലോ. അപ്പം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന് കൂടെ ഒരു ജോലി മാത്രമാണ് ന്യൂസ് റീഡിങ്. അത് പലർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ദൂരദർശൻ കാലമൊക്കെ ഓർത്തിട്ടായിരിക്കണം അവിടെ റീഡേഴ്സിന് വേറെ ജോലിയുള്ളതായിട്ട് അറിയില്ല. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ആൾക്കാർ കൂടുതൽ ചോദിക്കാറുള്ളത്. ഇപ്പം ജേർണലിസത്തിനേക്കാൾ ഉപരി ഈ പറഞ്ഞ മാതിരി ഞാനൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളൊരു പാട്ടുകാരിയാണ്, ഡാൻസുകാരിയാണ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജേർണലിസത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു? ആക്ച്വലി ഞാൻ BA MA സൈക്കോളജിയാണ്. ജേർണലിസ്റ്റ് ആയിട്ട് എനിക്ക് റിലേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ജേർണലിസം ഒരു ഇടക്കാലത്ത് പെട്ടെന്ന് വന്ന ഒരു വഴിയായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ജേർണലിസത്തിലേക്ക് വന്നത്. അങ്ങനെ ടെസ്റ്റ് എഴുതി, പത്രമൊക്കെ വായിക്കായിരുന്നു നേരത്തെ. അപ്പോൾ ടെസ്റ്റ് എഴുതി, അത് കിട്ടിക്കഴിഞ്ഞൊക്കെ അപ്പോൾ 1 വർഷത്തെ PG ഡിപ്ലോമയാണ് ചെയ്തത്. 1 വർഷത്തെ കോഴ്സല്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെയ്ത ഉടനെ ജോലി കിട്ടി. പിന്നെ ആ വഴി അങ്ങ് പോവായിരുന്നു. അല്ലാണ്ട് ഞാൻ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ജേർണലിസ്റ്റ് ആവണമെന്നോ ന്യൂസ് റീഡർ ആവണമെന്നോ ഒന്നും വിചാരിച്ച ആളല്ല. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജേർണലിസത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകള് കുറെ അധികം സാക്രിഫൈസ് ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലമാണ് എന്ന്, അതായത് മീഡിയ എന്ന് പറയുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മീഡിയ നല്ല കാജൽ, നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്താലും നമ്മൾ ഈക്വലൻ ടു മെൻ നിൽക്കണമെങ്കിൽ
അതിൽ സ്ത്രീകൾ നമ്മൾ പറയുന്നത് ഫാമിലി വരുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ പുരുഷന്മാർക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒരു ആസ് എ ജേർണലിസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് ഇപ്പം നമ്മൾ ജേർണലിസ്റ്റ് ആണെന്ന് ഓർത്തിട്ട് നമുക്ക് വേറെ തരത്തിലുള്ള പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമാണ് ഈ ആൺപെൺ വ്യത്യാസമുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്ന രീതിയിലുള്ള വെല്ലുവിളി അത് എല്ലാ ഫീൽഡിലും ഉണ്ട്. അത് മീഡിയയിൽ മാത്രം എന്നല്ല, പിന്നെ ജേർണലിസ്റ്റ് ആയിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു ജോലിയുടെ ഒരു രീതി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് തുടങ്ങും, ചിലപ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റ് നിൽക്കേണ്ടി വരും. പിന്നെ കറക്റ്റ് അതേ ആ ഒരു സ്കെഡ്യൂൾ ഉണ്ടല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മളേക്കാൾ ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിനിമകളിൽ മാത്രമായിരിക്കാം മേ ബി, കാരണം കൂടുതലും ആളുകൾക്ക് ഇതുമായിട്ട് അടുപ്പമില്ലാത്ത ആളുകൾ ഇപ്പൊ സ്വലേ പോലെയുള്ള സിനിമകളിലാണ് മീഡിയ അല്ലെങ്കിൽ ഈ ന്യൂസ് ഡിപ്പാർട്ട്മെന്റിനെ കൂടുതലായിട്ട് അടുത്തറിയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന, രാപ്പകലില്ലാതെ വർക്ക് ചെയ്യുന്നവരായിട്ടാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. അതാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞത്. ഒരർത്ഥത്തിൽ അത് സത്യമാണ്, അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കത് ഈ ജോലി മാത്രം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷെ എളുപ്പമല്ല, ജേർണലിസം ജോലി എന്ന് പറയുന്നത് എളുപ്പമല്ല. ഒന്ന് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. ബാക്കി ജോലി പോലെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓൺ എയർ ഇരിക്കും, പ്രത്യേകിച്ച് ആങ്കേഴ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ ഓൺ എയർ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു വാർത്തയുടെ മിനിറ്റുകൾക്കുള്ളിലായിരിക്കും വാർത്ത മാറുന്നത്. അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. പിന്നെ ഒരു ദിവസം ന്യൂസ് ഡെസ്കിലേക്ക് എത്രത്തോളം വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ വാർത്തയും അത് ഇന്ന വാർത്തയാണെന്ന് ആ ഒരു ബോധം വേണം. സ്ക്രീൻ പ്രസൻസിനോടൊപ്പം തന്നെ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ പെട്ടെന്ന് വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞല്ലോ, ശരിക്കും ആ ഒരു ന്യൂസിന്റെ ജെന്യൂനിറ്റി എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും വാർത്ത വായിക്കുന്ന സമയത്ത്? അല്ല, നമുക്കിത് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക്. ഇപ്പൊ ഞാൻ ഓൺ എയർ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഓൾറെഡി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക് പ്രോംപ്റ്ററിലേക്ക് ഈ വാർത്ത വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ജസ്റ്റ് ടോക്ക് ബാക്ക് കൂടെ അടുത്തത് ഈ വാർത്തയായിരിക്കും എന്ന് പറയും, അടുത്ത ലൈവാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഇതിന്റെ ജെന്യൂനിറ്റി ആലോചിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അത് സത്യമാണ് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ടായിരിക്കുമല്ലോ നമ്മുടെ റിപ്പോർട്ടേഴ്സ് അത് തരാം. ആസ് എ ന്യൂസ് റീഡർ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ്, ഒരു ഡേ ഇൻ യുവർ ഓഫീസ് ലൈഫ് എങ്ങനെയായിരിക്കും? അതായത് കാര്യം നമ്മൾ റീഡിങ് ഷിഫ്റ്റ് ഇടും. അപ്പൊ ആ റീഡിങ് ഷിഫ്റ്റ് അനുസരിച്ചാണ് നമ്മളുടെ മറ്റിപ്പോൾ റീഡേഴ്സ് ഒരുപാട് പേര്, ഇപ്പൊ ജേർണലിസ്റ്റുകൾ തന്നെ നമ്മുടെ ഓഫീസിൽ ഇപ്പൊ ന്യൂസ് ഡെസ്കിൽ തന്നെ ഒരു 40 ജേർണലിസ്റ്റുകളോളം മിനിമം ഉണ്ടാവും. അവരിൽ ചിലപ്പോൾ ഒരു 10-12 പേര് വായിക്കുന്നുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്, എക്സെപ്റ്റ് ഈ വായന മാത്രം. അപ്പോൾ അതിൽ പല സെക്ഷൻസ് ഉണ്ട്. ഇപ്പം തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ ഈ മീഡിയ ആകുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താ വിഷ്വലിനാണ്. അപ്പോൾ വിഷ്വലുണ്ട്, റൺ ഡൗൺ ഉണ്ട്, PCR ഉണ്ട്, പിന്നെ അതത് സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ്. ഇപ്പം റീഡിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഏതാണോ ജോലി അസൈൻ ചെയ്തിട്ടുള്ളത് ആ ജോലിയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ റൺ ഡൗൺ ആണെങ്കിൽ എന്താണ് റൺ ഡൗൺ എന്ന് പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതായത് നമ്മൾ ഒരു ഓർഡറിലാണല്ലോ ന്യൂസ് വായിക്കുന്നത്, അടുത്ത വാർത്ത ഇതാണെന്ന്. അപ്പൊ അതിനുള്ള അതേ ഓർഡറിൽ അത് പ്ലേസ് ചെയ്യാം. അത് ആങ്കറിന് വായിക്കാവുന്ന രീതിയിലും ഒപ്പം ഗ്രാഫിക്സ് കാർഡ്സ്, ഒപ്പം വിഷ്വൽസ്, അതിന് എക്സ്ട്രാ ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സെയിം കാര്യം അതെല്ലാം ജേർണലിസ്റ്റുകൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളതെല്ലാം ചെയ്യാറുണ്ട്. നിങ്ങൾ ഓണേർ കാണുന്ന എല്ലാത്തിലും നമ്മുടെ എല്ലാവരുടെയൊക്കെ കൈ പതിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ആരെങ്കിലും എന്താ പറയാ ഇൻസ്പയർഡ് ആയിട്ട് വന്നതാണോ? ശരിക്കും അല്ല, ഞാൻ യാദൃശ്ചികമായിട്ടാണ്. എന്റെ അമ്മയ്ക്ക് പണ്ട് ദൂരദർശൻ കാണുമ്പോ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ ന്യൂസ് കാണുമ്പോ ഒക്കെ പറയുമായിരുന്നു നല്ല രസമാണ് ന്യൂസ് റീഡേഴ്സ്, ഭയങ്കര രസമാണ്, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂസ് റീഡേഴ്സിനെ എന്ന് പറയായിരുന്നു. അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. പറഞ്ഞില്ലേ, പെട്ടെന്നാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത്. അപ്പൊ ടെസ്റ്റ് എഴുതിയപ്പോ പാസ്സായി. അങ്ങനെ ഇപ്പം ദൂരദർശന്റെ കാര്യം പറഞ്ഞപ്പം പണ്ടത്തെ നമ്മുടെ ഒരു ഹേമലത മാമിന്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു ന്യൂസ് റീഡിങ്ങിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഇപ്പൊ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എൻഗേജിങ് ആക്കുന്നുണ്ട് ഒരുപാട്. ശരിക്കും ഇനി ഒരു 10 years കൂടെ കഴിയുമ്പം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ഇതുണ്ടോ? എന്തായിരിക്കും മൈൻഡില്? അത് ഞാൻ ആലോചിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ നമുക്ക് സാറ്റലൈറ്റ് ചാനൽസ് തന്നെ ടിവിയിൽ എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം മിക്കവാറും ഷോർട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് യൂട്യൂബ്, സോഷ്യൽ മീഡിയ ആണല്ലോ പ്രധാനമായിട്ടും ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്നത്.
അപ്പോൾ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നാലേ TV കാണാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ മറ്റേത് മൊബൈൽ ഉള്ളപ്പോൾ നമുക്ക് എവിടെ നിന്നിട്ട് വേണമെങ്കിലും ന്യൂസ് കാണാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ കാണാം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഭാവി എവിടേക്കൊക്കെ എത്തി നിൽക്കും. ഇപ്പൊ പണ്ട് പത്രമായിരുന്നല്ലോ എല്ലാം, പക്ഷെ ഇപ്പൊ പത്രം കുറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി നിന്നിട്ടില്ല. ശരിക്കും ഒരു ന്യൂസ് റീഡർ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് മിനിമം 3 പത്രമെങ്കിലും വായിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണയൊക്കെ മിഥ്യാധാരണ അല്ലാതെ ഉള്ളതെന്നല്ലേ ഇപ്പോഴുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയായിട്ടാണ് ഒരു മീഡിയം ആയിട്ട് കാണണ്ടേ, അല്ലെങ്കിൽ പ്രവിധ വേറെ ഏതെങ്കിലും ഒരു മീഡിയം തെരഞ്ഞെടുക്കാറുണ്ടോ? ഇപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പം എന്താ ഇപ്പൊ വരുന്നൊരു വാർത്തയാണെങ്കിൽ നമുക്കത് പത്രത്തിൽ കിട്ടില്ല, പിറ്റേന്ന് കിട്ടുള്ളൂ. പക്ഷെ പത്രത്തിൽ എന്ന് പറയുന്നത് അതൊരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. അതിലുണ്ടാകുന്ന വാർത്ത എന്ന് പറയുന്നതും അങ്ങനെയായിരിക്കും. എല്ലാത്തിനെ കുറിച്ച് എല്ലാ വശങ്ങളും, കാരണം അവർക്ക് അത്രയും സമയം കിട്ടുന്നുണ്ട് പത്രം അച്ചടിച്ച് വരുമ്പോൾ, അത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. പക്ഷെ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ഇപ്പം പല ചാനൽ, ഇപ്പൊ 24 തന്നെയാണെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ന്യൂസ് അപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്ക് അത് വായിക്കാൻ പറ്റും. പിന്നെ പത്രത്തിന്റെ ആണെങ്കിലും ഇതുപോലെ തന്നെ ഓൺലൈൻ ഉണ്ടല്ലോ, അപ്പൊ അത് വായിക്കാൻ പറ്റും. അത് അപ്ഡേറ്റഡ് ആവാൻ എളുപ്പം അതാണ്. കവിത ലക്ഷ്മിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിന് മുമ്പ് പഠിക്കണമല്ലോ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ഒരു ഹിന്റ് പോലും തരാത്ത ഒരു പേഴ്സൺ. എന്നിട്ട് ഞാൻ ജെമിനിനോട് ഒരു ചോദിച്ചു, പറയോ എന്തെങ്കിലും ഒന്ന് തരുമോ? അപ്പൊ ജെമിനി പറഞ്ഞു ഇയാൾ അധികം പബ്ലിക് ആക്കി വിടാത്ത ഒരാളാണെന്ന് പറഞ്ഞു. വളരെ പ്രൈവറ്റ് ലൈഫ് സൂക്ഷിക്കുന്ന ഒരാളാണെന്നാണ് ജെമിനിയും പറയുന്നത്. അതെ അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അതാണ് ഇഷ്ടം. ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ് പൊതുവെ. ഇങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ പണ്ടത്തെ രീതിയിൽ പോലെ അല്ലല്ലോ. ഇപ്പം വാർത്താ വായനക്കിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പൊതുവെ അങ്ങനെ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാറില്ല. ശരിക്കും ഫാമിലി വീട്ടിലായിരിക്കുന്നുണ്ട്? വീട്ടിൽ ഞാൻ മാരീഡ് ആണ്. എന്റെ ഹസ്ബൻഡും അമ്മേച്ചനും ആണ് കൂടെ ഉള്ളത്. അതെ അതെ. ഹസ്ബൻഡ് നവീൻ മോഹൻ, ഡോക്ടറാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നത്. കുറെ അധികം എന്താ പറയാ ആരാധകരുള്ള ഒരാളാണ് വാർത്താ വായനയില്. അതെല്ലാം കൊണ്ടും ഈവൻ യു ആർ ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഡ്രസ്സിങ് സെൻസ് ആണെങ്കിലും എടുത്തു പറയേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് ഡ്രസ്സിങ് എങ്ങനെയാണ്? നിങ്ങളിപ്പോ ഈവൻ ന്യൂസ് റീഡിങ്ങിന്റെ സമയത്താണെങ്കിലും നിങ്ങൾക്ക് ന്യൂസ് ചാനലിൽ നിങ്ങൾക്ക് സ്റ്റൈലിസ്റ്റ് ഉണ്ടോ? കോസ്റ്റ്യൂമർ ഉണ്ട്, പക്ഷെ നമുക്കും നമ്മളായിരിക്കും ഏറ്റവും നന്നായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം നമുക്കിവിടെ സ്റ്റൈലിസ്റ്റ് ആണ്. ഇപ്പം പ്രധാനമായിട്ട് 24 നമുക്ക് ബ്ലേസർ ആണ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ തന്നെ ഡ്രസ്സ് ഇടാമായിരുന്നു. പക്ഷെ കോസ്റ്റ്യൂംസിൽ ശ്രദ്ധിക്കുന്ന ഒന്ന്, നമ്മൾ ഒരു ന്യൂസ് ചാനലിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പാർട്ടി വെയർ ഇട്ടിട്ട് ന്യൂസ് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട്. ഓവർ ഡ്രസ്ഡ് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ക്യാമറയിൽ നിന്ന് തന്നെ പറയും, ഇന്ന ഈ ഡ്രസ്സ് ഇട്ട് ഇന്ന സെറ്റിൽ വായിക്കരുത്, കാരണം നമുക്കൊരു പ്രോമിനൻസ് കിട്ടില്ല. അൾട്ടിമേറ്റ്ലി ഇതൊരു മീഡിയ ആണല്ലോ. അപ്പം അതിൽ നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. എത്ര സാരി ഉണ്ടാവും? സാരി ഞാൻ എണ്ണീട്ടില്ല. അതെ, അമ്മയുടെ ഒക്കെ സാരി ഉപയോഗിക്കും. എന്റെ തന്നെ ആവണമെന്നില്ല. നമ്മളിപ്പം ഫസ്റ്റ് ഒരു ഇതിലേക്ക് വന്നപ്പോ വെരി ഫസ്റ്റ് ന്യൂസ് വായിക്കാനിരുന്നപ്പോ ഉണ്ടായ ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. എന്തായിരുന്നു അപ്പോഴത്തെ ഇമോഷൻ? അയ്യോ, ഭയങ്കര പേടിയായിരുന്നു. അല്ല, എനിക്ക് അതേ പേടി ഇപ്പോഴും വായിക്കാൻ കയറുമ്പം. ഇപ്പൊ വാർത്ത നോക്കാതെയാണ് കയറുന്നതെങ്കിൽ അങ്ങനെ കയറാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു തിരക്കിൽ വാർത്ത, എനിക്ക് അതേ പേടി ഇപ്പോഴും ന്യൂസ് വായിക്കുമ്പോൾ ഉണ്ട്. എവിടെയെങ്കിലും ഒരു അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞാൽ, നാക്ക് വിളിക്കിയാലൊക്കെ പെട്ടെന്ന് പാനിക്കാവും. അയ്യോ തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കും. ഫസ്റ്റ് ന്യൂസ് റീഡിംഗ് എന്ന് പറയുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ പ്രിന്റ് ജേർണലിസം ആണ് ചെയ്തത്, ഞാൻ വിഷ്വൽ ജേർണലിസം അല്ല ചെയ്തത്. അപ്പോൾ എനിക്ക് മനോരമയിലായിരുന്നു ഞാൻ തുടങ്ങിയത്. പെട്ടെന്നൊരു ദിവസമാണ് വായിക്കാൻ പറഞ്ഞത്. അങ്ങനെ നേരത്തെ പറഞ്ഞ അങ്ങനെ ആയിരുന്നില്ല. നാട്ടുവാർത്തയാണ് ഫസ്റ്റ് വായിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, 4:30 നാട്ടുവാർത്തയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണല്ലോ സ്ക്രീന്, അത് തന്നെ ഒരു വലിയ കടമ്പയൊക്കെ കണ്ട് അങ്ങനെ ന്യൂസ് വായിച്ചു. ഭയങ്കര പേടിയായിരുന്നു. ഞാൻ മനോരമയിൽ ജോലി ചെയ്യുമ്പം ഒരുപാട് സീനിയേഴ്സാണ്. ഞാൻ ട്രെയിനി ആയിട്ട് കയറുമ്പോൾ എനിക്കിപ്പം ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ബേസിക്കലി നമ്മൾ തന്നെ ഇത് മനസ്സിലാക്കുക, നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവരും വന്നിട്ട് നമുക്ക് ഓരോ ചെറിയ കാര്യം നമുക്ക് തിരുത്തി തരില്ല. നമ്മൾ തന്നെ പഠിച്ച് തിരുത്തണം എന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മൾ തന്നെ നമ്മുടെ ന്യൂസ് കാണുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ ഓപ്ഷൻ. നമ്മൾ തന്നെ കാണുക, നമ്മൾ തന്നെ അതിന്റെ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് നമ്മൾ തന്നെ തിരുത്തുക. ശരിക്കും ന്യൂസ് ഡെസ്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന ഒരു അബദ്ധം പറയാൻ പറ്റുമോ?
അബദ്ധം ന്യൂസ് ഡെസ്ക് എന്നുള്ളതിനേക്കാൾ ഓൺ എയർ. ഇപ്പം ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ മുന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ നമുക്ക് ഈ പേര് മാറിപ്പോവാണ്ടിരിക്കാൻ പ്രത്യേകം എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമല്ല എല്ലാ ന്യൂസ് റീഡേഴ്സിനും ഇപ്പൊ കുറച്ച് നാളത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. ഇപ്പൊ അത് നേരെ തിരിഞ്ഞല്ലോ. എന്താ പറയുന്നത് പോലെ ഞാൻ കുറച്ച് നാൾ മുന്നേ ആണ് ഓണിയർ വായിച്ചുകൊണ്ടിരുന്നു. അപ്പം എന്തോ ഒരു എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ മനോരമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനിത് അറിയുന്നില്ല. കാരണം എന്റെ വിചാരം ഞാൻ പറയുന്നത് പിണറായി വിജയൻ ആണെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഇതിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആണ് ഇത് ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞതെന്നുള്ള ആ ഒരു ബോധം വരുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ അതായിരിക്കില്ല വിചാരിക്കുക. നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നത് കറക്റ്റ് ആണ്. കാരണം നമ്മൾ പറയാനുള്ള കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ടാണല്ലോ ഓണയർ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഇപ്പം പ്രവിത കുറെ അധികം ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ലേറ്റ് എഡിഷൻ, മോർണിംഗ് വാക്ക്, പ്രൈം ടൈം, 24 റൗണ്ട് അപ്പ്, വാർത്താ സന്ധ്യ, കുറെ അധികം സെഷൻസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഷൻ ഏതായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? വാർത്താ അവതാരണം ഇഷ്ടമാണ്. അതിൽ ഇന്നതെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എന്നാലും എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടാവില്ലേ? മോർണിംഗ് ഷോ ആയിരിക്കും. ശ്രീകണ്ഠൻ സാർ ഇല്ലാത്തപ്പം ഇപ്പം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഹാഷ്മി ചേട്ടനും അല്ലെങ്കിൽ എൻ്റെ കൂടെ വേറെ ഏതെങ്കിലും കോ-ആങ്കർ ഉണ്ടാവും. അത് നമ്മൾ പ്രേക്ഷകരോട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ്, കമന്റ്സ് ഒക്കെ വായിച്ചിട്ടാണ് ചെയ്യുക. അതിനൊരു വേറൊരു അതെ ലൈവ് ഫീൽ ഉണ്ട്. അല്ല ഇപ്പം എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചില്ലേ ആളുകൾ എന്താ ചോദിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്നത് ഇത് നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടാണോ വായിക്കുന്നത് എന്നുള്ളതാ. അപ്പോൾ അത് വേറൊരു രീതിയിലുള്ള അവതരണമാണ്. മനോരമയിൽ നിന്നും 24ലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു ചേഞ്ച് എന്തായിരുന്നു? ഏറ്റവും പെട്ടെന്ന് ഫീൽ ചെയ്ത ഒരു ചേഞ്ച് ഉണ്ട്? പെട്ടെന്ന് ഫീൽ ചെയ്ത് നിന്ന് വായിക്കുന്നു. മനോരമയിൽ നിന്ന് വായിച്ചിരുന്നു ആ സമയത്ത്. പക്ഷെ അത് അധികം ബുള്ളറ്റിനില്ല. 24ലേക്ക് വന്നപ്പോൾ എല്ലാം നിന്നിട്ടാണ്. എനിക്കൊന്ന് 100 ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇരുന്ന് വായിക്കുന്നു. അതും നിന്നിട്ട് തന്നെയാണ്. അതും നിന്നിട്ട് തന്നെയായിരുന്നു തുടക്കത്തിൽ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാം നിന്നിട്ടാ വായിക്കാൻ. മറ്റേത് നമ്മളൊരു കംഫർട്ടാണല്ലോ, ഇരിക്കുമ്പോൾ നമ്മൾ ആ ഇരുന്നിട്ട് പിന്നെ വാർത്ത പറയുന്നു. പക്ഷെ 24ലേക്ക് വന്നപ്പോൾ നിൽക്കാൻ തുടങ്ങിയപ്പം പിന്നെ നിൽക്കുക മാത്രമല്ല നടക്കണം. ചിലപ്പോൾ നമ്മൾ നടക്കേണ്ടിയും വരും. അപ്പം നടന്ന് വാർത്ത വായിക്കുന്നതൊക്കെ ആദ്യം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് യൂസ്ഡ് ആയി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കൊക്കെ ഒന്ന് നോക്കിയപ്പോൾ കുറച്ച് ശൈലജ ടീച്ചറിന്റെ കുറച്ചധികം ന്യൂസുകൾ ഷെയർ ചെയ്തിട്ടിരിക്കുന്നത് കണ്ടിരുന്നു കൊറോണ ടൈമിലൊക്കെ. ശൈലജ ടീച്ചർ ഫാൻ ആയിരുന്നോ? അല്ല, അങ്ങനെ ഇന്ന ആളുടെ ഫാൻ ഇല്ല. എനിക്ക് തോന്നുന്നത് ഇൻഫർമേറ്റീവ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഷെയർ ചെയ്തത്. പൊതുവെ ഞാനിങ്ങനെ രാഷ്ട്രീയമോ അങ്ങനത്തെ ഒന്നിലും അഭിപ്രായം പറയാറില്ല. എനിക്കൊന്ന് പൊതുവെ ജേർണലിസ്റ്റുകൾ അഭിപ്രായം പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനിങ്ങനെ അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല, അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല. ഇല്ല, നമ്മളൊരു മാധ്യമപ്രവർത്തകയായിരിക്കുമ്പം നിഷ്പക്ഷത എന്നുള്ളതുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒന്നും പറയണ്ട അതുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ, അതായത് മനഃപൂർവ്വം അങ്ങനെ ഇന്നൊരു വ്യക്തിയുടെ ഷെയർ ചെയ്തല്ല. ശരിക്കും ഭരണപക്ഷത്ത് ഇരിക്കുന്ന പാർട്ടിനെ പറ്റിയിട്ടുള്ള അവർക്കെതിരായിട്ടുള്ള ന്യൂസ് വരുമ്പോൾ അത് വായിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചാനൽ ത്രൂ പുറത്തുവിടാൻ എന്തെങ്കിലും ലിമിറ്റ്സ് എപ്പോഴെങ്കിലും വരാറില്ല? ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ഇൻഫാക്ട് അത് തിരിച്ചാണ്. സർക്കാരിനെയാണ് നമുക്ക് വിമർശിക്കാൻ പറ്റുക. കാരണം സർക്കാരിന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിലാണ് നമുക്കത് പറയാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. എപ്പോഴെങ്കിലും വായിച്ചിരിക്കുന്ന ന്യൂസസ്, അതായത് ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ നിന്നിട്ട് അത് പിന്നീട് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തേക്കുന്നുണ്ടോ? ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് അടുപ്പിച്ച് മരണ വാർത്തകൾ വരുമ്പോൾ വല്ലാത്ത മടുപ്പ് തോന്നാറുണ്ട്. അത് നമുക്ക് ഇപ്പം നമ്മുടെ CDS ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ആ ഒരു എനിക്കൊന്ന് 3-4 ദിവസം അതേ വാർത്തയിലാണ് നമ്മൾ നിന്നത്, എല്ലാ ചാനലും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ആ ഒരു ലോ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ശരിക്കൊരു മരണ വീട് പോലെ തന്നെയാണ്, മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ന്യൂസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സ് വല്ലാണ്ട് ഒരു സുഖമില്ലായ്മ തോന്നാറുണ്ട്. വാർത്തകൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകൾ നമ്മളെ ഹോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കും അതൊക്കെ നമ്മൾ വാർത്തയായിട്ടേ കാണാവുള്ളൂ, നമ്മുടെ മനസ്സിലേക്ക് അത് എടുക്കരുത് എന്ന് വിചാരിക്കാറുണ്ട്. ന്യൂസ് ഡെസ്കിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് കുറേ അധികം ന്യൂസസ് വരില്ലേ? എങ്ങനെയാണ് അത്രയും എന്താ പറയാ പ്രസൻസ് ഓഫ് മൈൻഡിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുക? നമുക്ക് ഇരുന്നല്ലേ പറ്റുക, ജോലിയായി പോയില്ലേ?
അതെനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത് ശീലമാകുമ്പം. കാരണം പല പല കാര്യങ്ങൾ അപ്പുറം സ്റ്റുഡിയോയിൽ നടക്കുന്നുണ്ടാവില്ല. ന്യൂസ് ഡെസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അവിടെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടാവും. അപ്പം അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഇപ്പം നമ്മൾ ഒരു വാർത്ത പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ബഹളം എപ്പോഴും ന്യൂസ് ഡെസ്കിൽ ഉണ്ടാവും. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്പേസേ അല്ല ന്യൂസ് ഡെസ്ക് എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും ബഹളമാണ്. അത് ഈ വാർത്തകളെ കുറിച്ചുള്ള സംസാരമാണ്. അതിപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും ചർച്ചയാവും, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ചർച്ചയാവും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പക്ഷം ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു സ്പേസ് ആണ് ന്യൂസ് ഡെസ്ക്. ഞാനൊരു 3 പേരെ കുറിച്ച് ചോദിക്കാം. അവരെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. ഓക്കെ, ഒബ്വിയസ്ലി ആരായിരിക്കും ആദ്യം? ശ്രീകണ്ഠൻ സർ. ഓക്കെ, ശ്രീകണ്ഠൻ സാറ് നമുക്ക് എന്താ, ഞങ്ങളൊക്കെ വളരെ റെസ്പെക്റ്റോടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാർ ഇത്രയും വർഷമായിട്ട് 40 വർഷത്തിലേറെയായി സാർ ഈ ഫീൽഡിൽ തന്നെ വന്നിട്ട് വളരെ ഹാർഡ് വർക്കിംഗ്. അതായത് ഞാൻ പറയുന്നത് ഇപ്പോഴും സാർ ഈ പ്രായത്തിലും അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടും സാറിന്റെ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരാളാണ്. നമ്മൾ വിചാരിക്കുക സാർ എങ്ങനെയാണ്, കാരണം സാറിന് പലപ്പോഴും ഉറക്കമില്ലാണ്ടാണ് സാർ വീണ്ടും ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത്. അത്ര ഡെഡിക്കേറ്റഡ് ആണ് സാർ. സാറിന് പാഷനാണ് ഈ ജോലി എന്ന് പറയുന്നത്. അത് ഭയങ്കരമായി സാർ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാറിന്റെ കഴിവ് വളരെ വലുതാണ്. സാറിന്റെ മറ്റേ മോർണിംഗ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സാറിൽ നിന്നാണ് നമുക്ക് എനർജി വരിക. അപ്പം സാർ എത്ര ലേറ്റ് നൈറ്റ് ഉറങ്ങിയാലും ചിലപ്പോൾ സാർ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടായിരിക്കും മോർണിംഗ് ഷോയ്ക്കൊക്കെ വന്ന് നിൽക്കുക. എന്നാൽ പോലും സാറിന്റെ ആ എനർജി ഡൗൺ ആവാതിരിക്കാൻ സാർ ഓരോ തവണയും ഇങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ട് സാർ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ സാറിനെ കൊണ്ട് പറ്റും. പിന്നെ മാത്രമല്ല മണിക്കൂറുകൾ നിൽക്കും. ഇപ്പം മോർണിംഗ് ഷോ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് 3.5 മണിക്കൂർ നിൽക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് കാല് കഴിക്കും. അപ്പോൾ സാർ ഇപ്പം നമ്മൾ വിചാരിക്കും സാറ് നിൽക്കുന്നു, സാറ് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സാറിൻ്റെ ഡെഡിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ജേർണലിസം ചെയ്യുന്ന അല്ലെങ്കിൽ മീഡിയ ഫീൽഡിലുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് സാർ. സാറിന്റെ എനർജിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് 24-ല്. ഹാഷ്മി ചേട്ടൻ ഞങ്ങള് ഇപ്പൊ ഇന്ന് രാവിലെയും കൂടി ഷോ കഴിഞ്ഞിട്ടല്ലേ. അതെ അതെ അതെ, നല്ലൊരു കോ ആങ്കർ ആണ്. പിന്നെ ഡിബേറ്റിനൊക്കെ മുന്നേ ഹാഷ്മി ചേട്ടൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അയ്യോ, ഞങ്ങളിങ്ങനെ ആലോചിക്കാറുണ്ട് ആളുടെ ഒരു ഇൻട്രോയും ചില കാര്യങ്ങൾ പറയുമ്പം കുറെ നമുക്ക് തന്നെ ടച്ചിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയും ചില സമയത്ത്. ഇതൊക്കെ എങ്ങനെ? അതെ, ഹാഷ്മി ചേട്ടൻ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം ഒരു ഡിബേറ്റിന് കയറുന്നതിന് മുന്നേ ആണെങ്കിലും ഒരുപാട് അതേക്കുറിച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് കയറുന്ന ആളാണ്. ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാടധികം കേസുകൾ വരാറുണ്ട്. പക്ഷെ എനിക്കൊക്കെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കും കുഞ്ഞുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് 2-3 ദിവസത്തേക്കൊക്കെ എന്നെ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും അങ്ങനെയുള്ള ന്യൂസസ് വായിക്കുമ്പോൾ എന്താണ്? ഒരിക്കൽ കൊല്ലത്തൊരു കുട്ടിയെ കാണാതായിട്ടും നമ്മൾ ഓൺ എയർ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ബോഡി ഒഴുകി വരുന്നത് നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. അത് പെട്ടെന്ന് ഷോക്കിംഗ് ആയിരുന്നു. ഈ ബോഡി കാണുക എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ അടുത്ത നെടുമങ്ങാട് 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ സ്വന്തം അമ്മ ഉപദ്രവിച്ചതും അമ്മയുടെ ബോയ് ഫ്രണ്ട് ഉപദ്രവിച്ചതായിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടല്ലോ. അപ്പം ആ കുട്ടിയുടെ പടം വന്നല്ലോ, 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇരിക്കുന്നത്. കൈ ഒടിഞ്ഞിട്ട് 12 ദിവസത്തോളം അവർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്ന് പറയുന്നത്. അപ്പം ഞാനൊക്കെ നമുക്ക് തന്നെ ചെറിയ മുറിവ് എന്നാൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കുഞ്ഞ് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അതുപോലെ പനി വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല. ഇങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് വരുമ്പം പിന്നെ ആലുവയിലുണ്ടായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് 5 വയസ്സുകാരെ, അതൊക്കെ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ന്യൂസാണ്. ന്യൂസ് നമ്മുടെ റിയാലിറ്റി ആണല്ലോ. നമ്മൾ സിനിമ കാണുന്നത് പോലെയോ കഥ വായിക്കുന്നത് പോലെയോ അല്ല, ഇത് റിയാലിറ്റിയാണ്. അവർ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇതുപോലെ പല ന്യൂസുകളും അങ്ങനെ മനസ്സിൽ തട്ടാറുണ്ട് പലപ്പോഴും. പക്ഷേ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ ഇത് മനസ്സിലേക്ക് എടുക്കരുത് എന്ന് വിചാരിക്കും. കരഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കണ്ടിന്യൂസ് ഇങ്ങനെ മരണവാർത്തകൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവും. ഇനി നമ്മൾ നെഗറ്റീവ് വാർത്ത കേട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് പോലെ കരഞ്ഞിട്ടില്ല. ഓണയർ അങ്ങനെ കരഞ്ഞിട്ടില്ല. വന്ദനാദാസിന്റെ മരണം, അത് ഡോക്ടർ വന്ദനാദാസിന്റെ മരണം, ഡോക്ടർ വന്ദനയ്ക്ക് കുത്തേറ്റു എന്ന് വാർത്ത വരുമ്പോൾ ഞാൻ ഓണയറാണ്. വന്ദനയുടെ സംസ്കാര ചടങ്ങിന്റെ സമയത്ത് ഞാൻ ഓണയറാണ്. ആ സമയത്ത് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. കാരണം ഒറ്റ മകളാണ്, പിന്നെ ഡ്യൂട്ടിക്കിടയിൽ മരിച്ചു. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ ബ്രീഫ് ചെയ്യുന്നുണ്ടല്ലോ ഓൺ എയർ. അപ്പം നമ്മളും സത്യം പറഞ്ഞാൽ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കും കേട്ടോ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല.
ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് തട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓഫീസിലെ ചിന്തകളായിരിക്കുമോ അതോ മൊത്തത്തിൽ സ്വന്തമായിട്ടുള്ള ന്യൂസസ്, ഐ മീൻ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടാറുണ്ടോ? സമയത്തിന് കുറവൊന്നുമില്ല. സമയമൊക്കെ നമ്മൾ കണ്ടെത്തുന്നതല്ലേ, സമയത്തിന് കുറവില്ല. പക്ഷേ ഞാൻ കുറച്ച് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം പ്രൊഫഷൻ വേറെ, ഫാമിലി വേറെ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാമിലി. പക്ഷെ ചില വാർത്തകൾ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ വാർത്തയും നമ്മൾ അറിയണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നാലും നമുക്ക് വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഫോണിൽ തന്നെ വാർത്തകൾ കിട്ടുമല്ലോ. നമുക്ക് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് വാർത്തകൾ വരും. ഇപ്പൊ നമ്മൾ മോർണിംഗ് ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ടാണല്ലോ കമന്റ്സ് എല്ലാം വായിക്കാറുണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഈ കമന്റുകൾ വരുമ്പോൾ ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? നമ്മൾ ഓൺ-എയർ നിൽക്കുന്ന സമയത്ത് ചിലപ്പം അതിപ്പോ ബഹുജനം പലവിധം എന്നല്ലേ പറയാ, പലതരത്തിൽ ആൾക്കാർ നമ്മളെ വാർത്താ വായനയും ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ പെർസീവ് ചെയ്യും. ചിലര് വിചാരിക്കും ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കഥ എന്നുള്ള രീതിയിൽ ഇപ്പൊ ചാനലിനെ തന്നെ കോൺട്ര ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മളെ പേഴ്സണലി ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും മനസ്സിലേക്ക് എടുക്കില്ല, കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്നതാ. അതുകൊണ്ട് അതൊരു ഇൻഡിവിജ്വൽ കമന്റ് ആയിട്ട് നമ്മളെ മാത്രം ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷൻ സമയത്ത് ഏത് ചാനൽ കാണണം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ട്. ശരിക്കും ഇലക്ഷൻ സമയത്ത് എന്തായിരിക്കും ഒരു ചാനലിൽ നടക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇലക്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും നമ്മുടെ മീഡിയയെ സംബന്ധിച്ചും ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചും ഒരു ഉത്സവം പോലെ തന്നെയാണ്. അതേ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂസ് ഡെസ്കിൽ ഇലക്ഷൻ കൗണ്ടിങ് ഡേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 24 ശരിക്കും അതൊരു ആഘോഷം തന്നെയാണ്. നിങ്ങൾ ഓൺ-എയർ കാണുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ. ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാവും പാർട്ടികളോട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഓരോ മണ്ഡലത്തെ കുറിച്ച് പറയും, സംസാരിക്കും. ഇപ്പൊ ഓൺ-എയർ നിങ്ങൾ എന്ത് കാണുന്നോ അതിന്റെ തന്നെ ഒരു എക്സ്ട്രീം ആയിരിക്കും നമ്മുടെ ഓഫീസിൽ പറയുന്നത്. അതെ. പിന്നെ മാത്രമല്ല രാവിലെ വെളുപ്പിനെ തന്നെ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. തലേന്ന് തന്നെ തുടങ്ങും, ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങും. പക്ഷെ അതിരാവിലെ തന്നെ എനിക്കൊന്ന് 4 മണിക്കൊക്കെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അന്ന്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു പാട്ടുകാരിയാണ്. അപ്പൊ പാട്ട് ഒരെണ്ണം പാടാം. നമുക്ക് പെട്ടെന്ന് പറയരുത്. പെട്ടെന്ന് പാടാൻ പറയുമ്പോ ഓക്കെ, കുറച്ച് പാടാം. കണ്ണാടിയാദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി ഗായക നിൻ സ്വരമിൻ ചേതനയും സ്വന്തമാക്കി ചേതനയും സ്വന്തമാക്കി. എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതാണ് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഈ ജേർണലിസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? പ്രധാനമായി അവർക്ക് അത് തന്നെയാണോ ആഗ്രഹം എന്ന് ആദ്യം തന്നെ അവർ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം ഈ ഫീൽഡ് ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂസ് ചാനൽസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രധാനമായി ജേർണലിസം തന്നെയാണോ അവർക്കിഷ്ടം, അതോ മീഡിയ എന്നുള്ള ആ ഒരു കാര്യമാണോ എന്നുള്ളത് തിരിച്ചറിയണം ആദ്യം ആ കുട്ടികൾ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ ഡിഗ്രിക്ക് വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടാണെങ്കിലും അവർക്ക് ജേർണലിസത്തിലേക്ക് വരാവുന്നതാണ്. ഇപ്പം PG ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജേർണലിസത്തിലേക്ക് വരാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ആ കുട്ടികൾക്ക് ഉണ്ടാവണം. എല്ലാവരും ഇപ്പം പലരും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ജേർണലിസം ഫീൽഡിലേക്ക് വരാൻ പറ്റുക, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് തന്നെ പറയാനുള്ളത്, ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഗ്ലാമർ കണ്ടിട്ട് ഒരിക്കലും ഇതിലേക്ക് വരരുത്. കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ റീഡേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ ചിലപ്പം വായിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് വായിക്കുന്നവർ നാളെ വായിക്കണമെന്നുമില്ല. അപ്പോൾ അതൊക്കെ മാനേജ്മെൻറ്റ് ഡിസിഷനാണ്, നമ്മൾ വായിക്കണോ വേണ്ടയോ എന്നുള്ളത്. വാർത്തയോട് ഇഷ്ടമുണ്ടോ, ജേർണലിസം ആസ് എ കരിയർ സെലക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളത് ആദ്യം കണ്ടെത്തുക, തിരിച്ചറിയുക. അതെ, ഇനിയിപ്പം ഇത് ശരിയാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിന്നെ പോവാൻ, ഇപ്പം ഡിഗ്രിയും PGയും എല്ലാം ജേർണലിസം പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അത്രയും പാഷനേറ്റ് ആണെങ്കിൽ മാത്രം അങ്ങനെ ആ വഴി സെലക്ട് ചെയ്യാന്നാ പറയാനുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വരാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ?
വന്നിട്ടുണ്ട്. അതാ കെട്ടിയതാന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം അതാണ്, ഞാൻ തപ്പിട്ട് കിട്ടിയില്ലായിരുന്നു. വരാറുണ്ട്. എന്തെങ്കിലും വിയേർഡ് ആയിട്ട് പെട്ടെന്ന് ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നാമത്തെ കാര്യം, ഞാൻ അത്രയും മെസ്സേജസ് എല്ലാം എടുത്ത് നോക്കാറില്ല. ചിലപ്പോ ഞാൻ ഈ മെസ്സേജ് കാണുമ്പോ തന്നെ കുറച്ച് നാള് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ഇതിൽ ഫുൾ ടൈം ഇരിക്കുന്ന ഒരാളല്ല. ഫോട്ടോസ് ഇടാറുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ഇൻബോക്സ് അങ്ങനെ അധികം നോക്കാറില്ല. നോക്കുന്ന സമയത്ത് കാണുന്ന മെസ്സേജിന് റിപ്ലൈ ചിലതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വിയേർഡായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട്. ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു എന്നെ അന്വേഷിച്ച്. അതെ അതെ, എങ്ങനെ അത് കണ്ടുപിടിച്ച് വന്നതെന്നൊന്നും എനിക്കറിയില്ല. അത് പക്ഷെ ഷോക്കിംഗ് ആയിരുന്നു. ഓക്കെ, എനിവേ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ടയർഡാണെന്ന് അറിയാം. അപ്പം ഇത്രയും ടൈം തന്നതിൽ ഒരുപാട് 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 താങ്ക് യു. ഇനിയിപ്പോ പറഞ്ഞാതിരി ന്യൂസസ് ഞാൻ ഈ പറഞ്ഞാതിരി ഏട്ടാ എന്നോട് ആദ്യം കാണാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കാണാറുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു. സീരിയസ്ലി ഞാൻ പറഞ്ഞാതിരി ന്യൂസ് അല്ല കേട്ടോ, ഷോർട്സ്. രണ്ട് വാർത്ത ചോദിക്കാറുണ്ട്. ന്യൂസ് അല്ല, ഷോർട്സ് ഞാനിങ്ങനെ കാണാറുള്ള ഒരാളായിരുന്നു. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്താണെങ്കിലും എത്താൻ പറ്റുന്ന ഉയരങ്ങളിലേക്കൊക്കെ എത്തട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു, എന്നെ ഒറിജിനൽസിലേക്ക് വിളിച്ചതിന് താങ്ക് യു. നല്ല ചോദ്യങ്ങൾ ചോദിച്ചത്. കാജലിന് പ്രത്യേക ബുദ്ധിമുട്ടിച്ചില്ലെന്ന് വിചാരിക്കുന്നില്ല. ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ കാജൽ. ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം.